ചിലർ ശ്രദ്ധേയരാവുന്നത് അവരുടെ നിലപാടുകൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. പറഞ്ഞു വരുന്നത് ദിവ്യ എസ് അയ്യരെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ ചില കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വന്നിട്ട് ദിവ്യ എസ് അയ്യരെ തെറി വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ ചെയ്ത കുറ്റം എന്താണ്? വളരെ മോശമായ അശ്ലീല കമൻറ്റുകൾ വരെ. അപ്പം ശബരിനാഥനെ വിട്ടിട്ട് ഇനി കെ രാഗേഷിനെ അങ്ങ് കൂടെ കൂട്ടിയാൽ മതിയല്ലോ എന്നൊക്കെ ചില കോൺഗ്രസ് ഹാൻഡിലുകളിൽ വന്നിരുന്ന് കമൻ്റ് ഇടുന്നവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? ഒന്ന് റീവൈൻഡ് ചെയ്യാം. ദിവ്യ എസ് അയ്യർ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഇപ്പോൾ വിസിലിൻ്റെ MD ആണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അദാനി പോർട്സ് നടത്തുന്ന തുറമുഖത്തിൻ്റെ കമ്പനിയായ മേൽനോട്ട കമ്പനിയായ വിസിലിൻ്റെ MD ആണ് ദിവ്യ എസ് അയ്യർ. അവർ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി ലോക്സഭയിലേക്ക് ആലത്തൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞിട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ലോക്സഭയിലേക്ക് പോകുമ്പോൾ ആ യാത്രയയപ്പ് അന്തരീക്ഷത്തിൽ ചടങ്ങിൽ ദിവ്യ എസ് അയ്യർ തൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞു പോകുന്ന അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും സുഖിച്ചില്ല. അപ്പോൾ അവരെന്ന് പറഞ്ഞ മറുപടി നമ്മൾ മലയാളി സമൂഹം ഓർത്ത് നോക്കുക. അവർ തികഞ്ഞ ഒരു പ്രൊഫഷണലാണ്. അവർ ദിവ്യ എസ് അയ്യർ. ഇപ്പം രണ്ടാമത്തെ വിവാദം. ആരാണ് ദിവ്യ എസ് അയ്യർ? അയ്യോ, കോൺഗ്രസ് നേതാവായിരുന്ന ജി കാർത്തികേയൻ്റെ മകൻ്റെ ഭാര്യയല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ആശ്ലേഷിക്കാൻ പാടുണ്ടോ ഒരു ഇടതുപക്ഷ മന്ത്രിയെ, സ്ഥാനമൊഴിയുന്ന മന്ത്രിയെ? അവരെന്തും മോശമാണ് കാണിച്ചത്. ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പലർക്കും. അത് കഴിഞ്ഞു അവരിപ്പോൾ വിസിലിൻ്റെ MD ആയി. കഴിഞ്ഞ ദിവസം അവർ പ്രതികരിച്ചത് കെ രാഗേഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പിണറായി 2.0 രണ്ടാം സർക്കാരിൽ പല കാര്യങ്ങളും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ. രാഷ്ട്രീയ നിയമനം ശരി, പക്ഷെ കാര്യങ്ങളിൽ ഇടപെടൽ അതൊക്കെ നടത്തി. അപ്പം ദിവ്യ എസ് അയ്യർക്ക് കെ രാഗേഷിനെ ഒരു ഭരണത്തിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നിയമനം ആണെങ്കിൽ പോലും മുതിർന്ന ഉദ്യോഗസ്ഥ നിലയിൽ അവർ ഇടപെട്ട രീതികൾ, അവർക്ക് അതിൽ നിന്ന് കിട്ടിയ പിന്തുണ, രാഗേഷിൻ്റെ പെരുമാറ്റം, കെ രാഗേഷിൻ്റെ, അതൊക്കെ വെച്ചിട്ട് അവർ ഒരു പ്രതികരണം നടത്തി. ഇത്രയും മികച്ച ഒരു ആള് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ അവർ 4 നല്ല വർത്തമാനം പറഞ്ഞു, നല്ല വാക്കുകൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ അവരെ ഇനി ശബരിനാഥനെ വിട്ടിട്ട് ഇനി രാഗേഷിൻ്റെ കൂടെ പുറത്താൽ മതി എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാർ, നിങ്ങൾ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ദിവ്യ എസ് അയ്യരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർ എടുക്കുന്ന ഓരോ നിലപാടുകളും. അവർ പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്ന നിലയിൽ അവർ മികച്ച പ്രകടനം നടത്തിയ ഒരു IAS ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തുടക്കകാലത്ത് അവിടെ അതുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. അവർ സബ് കളക്ടറായിട്ട് തുടങ്ങിയ കാലത്ത് തിരുവനന്തപുരത്ത് വർക്കലയിൽ അവരുടെ ബന്ധുത്വം കല്യാണം വിവാഹത്തിലൂടെ ശബരിനാഥൻ്റെ, നമുക്കറിയാലോ ജി കാർത്തികേയൻ്റെ നാട് വർക്കലയാണ്. അപ്പോൾ അവിടെ ഒരു ഭൂമി ഇടപാടിൽ ഇവർ സബ് കളക്ടറായിട്ടിരിക്കുമ്പം ഇവർ വലിയ ഒരു മുഴുവൻ പഠിക്കാതെ ഒരു ഫയൽ ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ ഒരു തർക്കം വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അത് പിണറായി 1ാം സർക്കാരിൻ്റെ കാലത്താണ്. പിണറായി വിജയൻ്റെ സർക്കാർ അതിനെ നള്ളിഫൈ ചെയ്തു. അപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു IAS ഓഫീസർ എന്ന നിലയിൽ ശ്രദ്ധക്കുറവ് കൊണ്ടൊരു ചെറിയ വീഴ്ച സംഭവിച്ചത് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ കണ്ടെത്തുകയും അവരെ തിരുത്തുകയും, നിങ്ങളെ തെറ്റാണെന്ന് പറഞ്ഞ് അത് റദ്ദാക്കുകയും ചെയ്തൊരു സംഭവമുണ്ട്.
അവർക്കെതിരെ ഒരു നടപടിയും പിണറായി സർക്കാർ എടുത്തിട്ടില്ല, LDF സർക്കാർ എടുത്തിട്ടുമില്ലായിരുന്നു. ചൂണ്ടിക്കാണിച്ചു നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച വന്നു, അല്ലാതെ ഒരു അച്ചടക്ക നടപടിയും ദിവ്യാസ് അയ്യർക്കെതിരെ പിണറായി സർക്കാർ എടുത്തില്ല എന്ന് നമ്മളിവിടെ ഓർക്കുക. ചരിത്രങ്ങൾ നമ്മളെപ്പോഴും കാണണം, ഓരോ സംഭവങ്ങൾ. പിന്നീട് ഇപ്പോൾ അവര് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ, യൂത്ത് കോൺഗ്രസ് നേതാവ് KS ശബരീനാഥൻ്റെ ഭാര്യയായ ദിവ്യാസ് അയ്യർക്ക് എന്ത് രാഷ്ട്രീയ പാണ്ഡം ചുമക്കണം? അവർ തികഞ്ഞ പ്രൊഫഷണലാണ്. അവര് ഓരോരുത്തരെ പറ്റിയും നല്ല അഭിപ്രായങ്ങൾ പറയും. ഇപ്പൊ അവരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്, ഇന്നലെ വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ഞാൻ ആരിലും ശ്രദ്ധിക്കുന്നത് പിന്നെ എന്താണ്, ചില നന്മകൾ പുഴുതറിഞ്ഞ വെറുതെ പൂഴ്ത്തിയല്ല, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൾക്കാരിൽ നന്മകൾ നോക്കും, ആ നന്മയെ പറ്റി ഞാൻ പറയുമ്പോൾ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണെന്നാണ് ദിവ്യാസ് ഇന്നലെ അവരൊരു വീഡിയോയിൽ ചോദിച്ചിരിക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ ജി കാർത്തികൻ ആരായിരുന്നു? ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. കറകളഞ്ഞ ആദർശധീരനായിരുന്ന വളരെ മികച്ച ഒരു നേതാവായിരുന്നു ജി കാർത്തികേയൻ. അകാലത്തിൽ വിട്ടുപോയി, രോഗബാധിതനായിട്ട്, ക്യാൻസർ രോഗബാധിതനായിട്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. ഞാൻ 35 കൊല്ലമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ നിലപാടുകൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പലപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം എന്തുകൊണ്ടാണ്. ഞാൻ ഇടതുപക്ഷത്ത് നിന്ന് തന്നെയാണ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. 35 കൊല്ലം പ്രവർത്തിച്ച് എവിടെയും എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പണയം വെച്ചിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഒരു പദവി ആഗ്രഹിച്ചിട്ട് ഒരു സ്വാധീനവും ചെലുത്തി ഒരു പദവിക്ക് ഞാൻ ആരുടെ പിന്നാലെ പോയിട്ടില്ല. നമ്മുടെ ചില പ്രേക്ഷകരുടെ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. ഞാൻ പറയുകയാണ്, ഒരു പദവിയും ഒന്നും മോഹിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തുള്ള എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. ഒരാളായിരുന്നു ജി കാർത്തികേയൻ. ജി കാർത്തികേയൻ്റെ ഭാര്യ സഹധർമ്മിണി സുലേഖ ടീച്ചർ, MD സുലേഖ ടീച്ചറുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. മറ്റ് കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല, VD സതീശൻ, ഞാൻ ഇവരെയൊക്കെ എൻ്റെ ന്യൂസ് വീഡിയോയിൽ വിമർശിക്കുമ്പോഴും ഇവരുമായിട്ടെല്ലാം ഞാൻ വളരെ അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. VD സതീശനുമായിട്ടും രമേശ് ചെന്നിത്തലയുമായിട്ടും ലീഡർ K കരുണാകരൻ മരിക്കുന്നതുവരെ വളരെ ആത്മബന്ധം സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ K മുരളീധരനുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. നിലപാടുകൾ വരുമ്പോൾ നമ്മൾ വിമർശിക്കും, പക്ഷേ അത് വ്യക്തിപരമായ സൗഹൃദത്തെ ഒരിക്കലും ബാധിക്കത്തില്ല. VD സതീഷിനെ ഞാൻ എത്രയോ വീഡിയോകളിൽ നമ്മുടെ ന്യൂസ് ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ ന്യൂസ് വീഡിയോകളിൽ എത്രയോ തവണ ഞാൻ VD സതീഷിനെതിരെ വളരെ രൂക്ഷമായ ആക്രമണം രമേശിനെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. പക്ഷേ VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാനവിടെ കന്റോൺമെന്റ് ഹൗസിൽ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, ഋഷിക്ക് ഏത് സമയവും എന്നെ വന്ന് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി, എപ്പോൾ വരുമെന്ന് പറയണം. അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഈ പറയുന്ന പിന്നെ VT ബൽറാം ആയാലും PC വിഷ്ണുനാഥ് ആയാലും ഇവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഞാൻ മാത്രമല്ല എന്നെപ്പോലുള്ള പല മാധ്യമ പ്രവർത്തകരും. അപ്പം നിലപാട് വേറെ, രാഷ്ട്രീയം വേറെ. അപ്പം ഇത് പറയേണ്ടി വന്നത് ഈ ദിവ്യാസ് അയ്യരെ ഇത്രമാത്രം ഈ കോൺഗ്രസ്സുകാർ ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ആക്രമിക്കുന്നത് കാണുമ്പോൾ ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അതുകൊണ്ട് ദിവ്യാസ് അയ്യരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ മികച്ച ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അവർക്ക് നിലപാടുകളുണ്ട്, അതവർ തുറന്നു പറയും, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും അവർ പറയും. കാരണം അവർക്ക് അവരാകാനേ പറ്റുള്ളൂ. നിങ്ങളെപ്പോലെ ആകാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവർക്ക് അതിൻ്റെതായ വ്യക്തിത്വമുണ്ടോ എന്ന് മനസ്സിലാക്കുക.